ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ സ്പീഡ് എന്ന സിനിമയുടെ കഥയാണ്. ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. സാധാരണ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്, അതിനകത്ത് ഒരു ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബസ്സിന്റെ സ്പീഡ് എങ്ങാനും 50 കിലോമീറ്റർ താഴേക്ക് പോവാണെങ്കിൽ ഉടനെ തന്നെ ആ ബോംബ് പൊട്ടിത്തെറിക്കും. ഇതാണ് ഈ സിനിമയുടെ പ്ലോട്ട്. എന്തൊക്കെയായിരിക്കും അവർ കാട്ടിക്കൂട്ടാൻ പോകുന്നത് നമുക്ക് കാണാം. ഈ സിനിമ ആരംഭിക്കുന്നത് ഒരു വലിയ ബിൽഡിങ്ങിലാണ്. നിരവധി ആളുകൾ അതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. ആ ബിൽഡിങ്ങിന്റെ സബ് ലെവലിലായിട്ട് ഒരു റുട്ടീൻ ചെക്കപ്പിന് വന്നിരിക്കുകയാണ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി. അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ലാന്ന് കാണുമ്പോൾ അയാൾ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്. ആരോ അതിന്റെ അകത്ത് നിന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ അവിടെ ഒരു പണി നടക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അയാൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വേഗം അങ്ങോട്ട് ചെല്ലുകയാണ്. അയാൾ നോക്കുമ്പോൾ അവിടെ ഒരു ടെക്നീഷ്യൻ നിന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്നത് ഇവിടെ എന്തൊക്കെയോ ലൂസ് കണക്ഷൻ ഉണ്ട്, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇതൊക്കെ റെഡിയാക്കാൻ പറഞ്ഞാണെന്നാണ്. അതെല്ലാം കേൾക്കുമ്പോൾ പക്ഷെ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒരു ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, നിങ്ങളുടെ വർക്ക് ഓർഡർ ഒന്ന് കാണിച്ച് എന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അയാളാണെങ്കിൽ പെട്ടെന്ന് ഒരു കത്തി എടുത്തിട്ട് അവന്റെ തലക്കിട്ട് കുത്തുകയാണ്. അതോടൊപ്പം തന്നെ അവൻ മരിച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതാണ് ഈ സിനിമയിലെ വില്ലൻ. അയാളിപ്പോ അവിടുത്തെ ആ ലിഫ്റ്റിലൊക്കെ ബോംബ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. അവിടുത്തെ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് 13 ആളുകൾ ഇപ്പൊ അവിടുത്തെ ഒരു ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അതിനകത്തേക്ക് കയറിയതിനു ശേഷം അവർ നേരെ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ആ ബോംബർ അയാളുടെ കയ്യിലുള്ള ഒരു റിമോട്ടിൽ ഞെക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ലിഫ്റ്റിന്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോംബാണ് പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ അത് പൊട്ടിത്തെറിക്കുന്നതോടൊപ്പം അവിടുത്തെ കയറൊക്കെ പൊട്ടിയിട്ട് ആ ലിഫ്റ്റ് ഇപ്പോൾ വളരെ വേഗത്തിൽ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ താഴേക്ക് പോകുന്ന ആ ലിഫ്റ്റ് ഒരു 30ാമത്തെ നിലയെത്തുമ്പോൾ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. അതിനകത്തുള്ള ആളുകൾക്കെല്ലാം ശരിക്കും പേടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നവർക്കൊരു എത്തും പേടിയും കിട്ടുന്നില്ല. അങ്ങനെ സംഭവം അറിഞ്ഞിട്ട് പോലീസുകാരും ഫയർഫോഴ്സും ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ബോംബ് സ്ക്വാഡിലുള്ള ഓഫീസേഴ്സായ ജാക്കും ഹാരിയും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. അവരുടെ കമാൻഡറായ മാക്കാണ് സംസാരിക്കുന്നത്. 13 പേരടങ്ങിയ ഒരു ലിഫ്റ്റിലാണ് ആ ബോംബർ ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മണിക്കൂറിനകം അയാൾക്ക് $30 മില്യൺ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ലിഫ്റ്റ് മൊത്തം തകർക്കും എന്നാണ് അയാൾ പറയുന്നത്. നമുക്കിനി ആകെ ബാക്കിയുള്ളത് 23 മിനിറ്റ് ആണ്. അതിനുള്ളിൽ തന്നെ നമുക്ക് ആ ബോംബറിനെ പിടിക്കുകയും വേണം, ആ ലിഫ്റ്റിലുള്ള ആളുകളെയൊക്കെ രക്ഷിക്കുകയും വേണം എന്നൊക്കെയാണ് മാക്ക് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആദ്യം പോയിട്ട് ആ ബോംബൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ജാക്ക് വേഗം ഹാരിയും കൂട്ടി ആ ബോംബിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവർ വേഗം തന്നെ ആ ലിഫ്റ്റിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അതിനടുത്ത് എത്തിയതിനു ശേഷം അവർ ആ ബോംബൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിപരമായിട്ടുള്ള രീതിയിലാണ് അതിന്റെ കണക്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ അവർക്ക് അതെന്തായാലും ഡിഫ്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഹോസ്റ്റേജസിനെ രക്ഷിക്കാം എന്നാണ് ജാക്ക് പറയുന്നത്. അങ്ങനെ അവനും ഹാരിയും കൂടെ വേഗം ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് കയറി ചെല്ലുന്നത്. ആ ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് ഒരു ക്രെയിൻ കാണുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ജാക്ക് നേരെ ചെന്നിട്ട് ആ ക്രെയിന്റെ റോപ്പ് എടുക്കുന്നു. അതിനുശേഷം ജനല് വഴി നേരെ ആ ലിഫ്റ്റിന്റെ ഉള്ളിലേക്കാണ് ഇടുന്നത്. ഇതേ സമയം തന്നെ മാക്ക് ആണെങ്കിൽ ആ 30 മില്യൺ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ആ റോപ്പൊക്കെ താഴേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും അവർ ആ ലിഫ്റ്റിന്റെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം ആ റോപ്പിലെ കൊളുത്തെടുത്തിട്ട് ആ ലിഫ്റ്റിലെ ഹുക്കിൽ ഘടിപ്പിക്കുകയാണ്. ആ റോപ്പ് വെച്ചിട്ട് ആ ലിഫ്റ്റ് ഉയർത്താനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ സമയം അവരവിടെ ആ പണിയൊക്കെ ചെയ്യുന്ന ശബ്ദമൊക്കെ ബോംബറിന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവന്മാർ ആ ലിഫ്റ്റിലിട്ട് എന്തോ പണിയാണ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും ആ റിമോട്ടിൽ ഞെക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു ബോംബും കൂടെ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ആ ലിഫ്റ്റ് വീണ്ടും താഴേക്ക് പോകാൻ തുടങ്ങി. ആ ബോംബ് പൊട്ടിയോട് തന്നെ അതിനകത്തൊരു തുള വീണിട്ടുണ്ട്. ഒരു ലേഡി ആണെങ്കിൽ അതിലൂടെ താഴേക്ക് വീഴാനുമായിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ചേർന്നിട്ട് ആ ലേഡിയെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ജാക്കും ഹാരിയും നേരെ ഓടി ചെല്ലുന്നത് ഒരു ലിഫ്റ്റിന്റെ ഡോറിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടിട്ട് അവർ ആ ഡോർ വലിച്ചു തുറക്കുന്നു. ഈ സമയം അവർ നോക്കുമ്പോൾ കുറച്ച് മുകളിലായിട്ടാണ് ആ ലിഫ്റ്റ് ഇരിക്കുന്നത്. ജാക്ക് ആണെങ്കിൽ അതിലൂടെ ഒരാളെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ലിഫ്റ്റിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ആ ക്രെയിന്റെ ഭാഗമൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അത് വീണതോടൊപ്പം ആ ലിഫ്റ്റ് പതുക്കെ പതുക്കെ താഴാൻ തുടങ്ങി. ജാക്കും ഹാരിയും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ അവിടെയുള്ള ആളുകളെ മൊത്തം പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ക്രെയിന്റെ ഭാഗം താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ആ ലിഫ്റ്റും ശരിക്കും താഴേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഒരാളെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും അവർ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ഒരു ലേഡിയാണ്. ജാക്ക് കൈ നീട്ടുമ്പോ ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ജാക്ക് ആണെങ്കിൽ അവളെ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്കൊന്നും പറ്റത്തില്ല, നീ ധൈര്യമായിട്ട് എന്റെ കയ്യിൽ പിടിച്ചോ എന്നൊക്കെയാണ് ജാക്ക് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ആ ലേഡി അവന്റെ കയ്യിൽ പിടിക്കുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ജാക്ക് ആ ലേഡിയെ പുറത്തേക്ക് എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ലിഫ്റ്റ് താഴേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാവരെയും അവർ രക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും സമാധാനത്തോടെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അതിനിടയിലാണ് ജാക്ക് ആ ബോംബറിന്റെ കാര്യം ആലോചിക്കുന്നത്. അവൻ ഉറപ്പായിട്ടും ഈ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവർ
രണ്ടുപേരും കൂടെ വേഗം അവിടെ മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി. ചരക്കുകൾ കൊണ്ടുവന്ന ഒരു ലിഫ്റ്റ് ഉണ്ട്, അതിനകത്താണ് അയാൾ ഇരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അവർ വേഗം തന്നെ അവിടുത്തെ ഡോർ തുറന്നിട്ട് ആ ലിഫ്റ്റിന്റെ മുകളിലേക്ക് ചാടുകയാണ്. ആ ബോംബർ ആ ലിഫ്റ്റിന്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവന്മാര് ചാടി ഉടനെ തന്നെ ആ ബോംബർ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു ഭാഗം പൊളിഞ്ഞിട്ട് ഹാരി അതിന്റെ അകത്തേക്ക് വീഴുന്നുണ്ട്. ജാക്ക് ആണെങ്കിൽ അതിന്റെ മുകളിൽ തന്നെ നിൽക്കുകയാണ്. ഈ സമയം ആ ബോംബർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ലിഫ്റ്റ് മുകളിലേക്ക് പോകാനുള്ള ഒരു ബട്ടൺ ഞെക്കുന്നു. അതോടൊപ്പം തന്നെ ആ ലിഫ്റ്റ് മുകളിലേക്ക് പോകാൻ തുടങ്ങി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ജാക്കിനാകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അതിനുള്ളിലേക്ക് ചാടുക. അത് തന്നെയാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ അതിനുള്ളിലേക്ക് ചാടുകയാണ്. പക്ഷെ അവൻ ആ ബോംബറിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അയാളുടെ ദേഹത്തായിട്ട് മറ്റൊരു ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ റിമോട്ടും കയ്യിൽ പിടിച്ചിട്ടാണ് അയാൾ നിൽക്കുന്നത്. മാത്രമല്ല അയാൾ ഹാരിയെയും പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് ജാക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അങ്ങനെ അയാൾ വേഗം തന്നെ ഹാരിയെയും പിടിച്ചിട്ട് ഒരു ഫ്ലോറിലേക്ക് ഇറങ്ങുകയാണ്. ജാക്ക് ആണെങ്കിൽ തോക്കും ചൂണ്ടിക്കൊണ്ട് അയാളുടെ പുറകെ തന്നെ പോവാണ്. ഈ സമയത്താണ് ജാക്കിന് ഒരു ഐഡിയ തോന്നുന്നത്. അവൻ പെട്ടെന്ന് ഹാരിയുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. പെട്ടെന്ന് ഞെട്ടിപ്പോകുന്ന ആ ബോംബർ ആണെങ്കിൽ അവനെ വിടുകയും ചെയ്യുന്നു. അങ്ങനെ ഹാരിയെ വിട്ടതിന് ശേഷം ആ ബോംബർ വേഗം തന്നെ ഒരു ഡോറും തുറന്ന് പുറത്തേക്ക് പോവാണ്. അതോടൊപ്പം തന്നെ അയാളുടെ ദേഹത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നു. ജാക്ക് ആണെങ്കിൽ പുറകിലേക്ക് തെറിച്ചു വീഴാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. 13 പേരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് തന്നെ ജാക്കിനും ഹാരിക്കും ഒരു മെഡലൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ആ ബോംബർ മരിച്ചു എന്നാണ്. എന്നാൽ അയാൾ മരിച്ചിട്ടില്ല. അയാൾ അയാളുടെ വീട്ടിലിരുന്നിട്ട് ജാക്കും ഹാരി ആ മെഡലൊക്കെ വാങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ജാക്ക് ഇപ്പോൾ എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ ആ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു ബ്ലാസ്റ്റ് നടക്കുന്നത്. ഒരു ബസ്സാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ വേഗം ആ ബസ്സിന്റെ അടുത്തേക്ക് ഓടുകയാണ്. പക്ഷെ അപ്പോഴേക്കും അത് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്നത് ഒരു ഡ്രൈവർ മാത്രമാണ്. അയാളാണ് മരിച്ചിരിക്കുന്നത്. അതെല്ലാം കണ്ട് അവനാകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. അവൻ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പബ്ലിക് ഫോണാണ് റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ വേഗം തന്നെ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഫോൺ എടുക്കുന്നു. അത് ആ ബോംബറാണ് സംസാരിക്കുന്നത്. ജാക്കിന്റെ ശ്രദ്ധ അയാളിലേക്ക് തിരിക്കാൻ വേണ്ടി മാത്രമാണ് ആ ബസ് അയാൾ ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞത്. അയാൾ അവനോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നീ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ മരിച്ചെന്നോ? എന്നാൽ നിനക്ക് തെറ്റി ജാക്ക്. നിനക്കറിയോ 2 വർഷം പ്ലാൻ ചെയ്തിട്ടാണ് അന്ന് ആ ലിഫ്റ്റിലെ ബോംബൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. എന്റെ ആ പ്ലാനൊക്കെയാണ് നീ സിമ്പിളാക്കി ഇല്ലാതാക്കി കളഞ്ഞത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോടല്ല ഇത്ര ദേഷ്യം, എന്തിനാണത് ബാക്കിയുള്ളവരിൽ തീർക്കുന്നത്? അവൻ ചോദിക്കുന്നു. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല ജാക്ക്. ഞാനിപ്പോൾ ശ്രമിക്കുന്നത് എന്റെ പണത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെ ചുമ്മാ പൈസ ആവശ്യപ്പെടുന്നു എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. എങ്കിൽ നിനക്ക് തെറ്റി. ആ പൈസ എനിക്ക് അവകാശപ്പെട്ടതാണ്. മര്യാദയ്ക്ക് ചോദിച്ചപ്പോ അവരതെനിക്ക് തരാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വഴി എടുക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ, നീ എവിടെ പോയി ഒളിച്ചാലും ഞാൻ നിന്നെ പിടിച്ചിരിക്കും എന്നൊക്കെയാണ് ജാക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോ പിടിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്ക് വേറൊരു പണിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് ഈ സിറ്റിയിൽ ഓടുന്ന മറ്റൊരു ബസ്സിൽ കൂടെ ഞാൻ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബസ്സിന്റെ വേഗത 50 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ആ ബോംബ് ആക്ടിവേറ്റ് ആവും. പിന്നീട് അങ്ങനെ 50 കിലോമീറ്റർ താഴേക്ക് അതിന്റെ സ്പീഡ് കുറയാണെങ്കിൽ അത് ഉടനെ തന്നെ ബ്ലാസ്റ്റ് ആവുകയും ചെയ്യും. ഇനി നീ എന്ത് ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. പിന്നെ ഈ ഒരു ഗെയിമിൽ ഞാൻ ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ആ ബസ്സിൽ നിന്ന് ഒരൊറ്റ ഒരാൾ പോലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. നീ ആരെയും രക്ഷിക്കാനും പാടില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ആ ബസ് ബ്ലാസ്റ്റ് ചെയ്യും. നിനക്ക് 11 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ ആ പൈസ എന്റെ കയ്യിലെത്തണം. അങ്ങനെ വരുമ്പോ ആ ബസ്സിലെ ബോംബ് ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തേക്കാം എന്നാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോ ജാക്ക് ആണെങ്കിൽ ഇപ്പത്തെ സമയമാണ് നോക്കുന്നത്. 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമയം അയാൾ ആ ബസ്സിന്റെ നമ്പറൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2525 എന്നാണ് ആ ബസ്സിന്റെ നമ്പർ. മാത്രമല്ല അതിപ്പോഴുള്ള ലൊക്കേഷൻ കൂടെ അയാൾ അവന് പറഞ്ഞു കൊടുക്കാണ്. അതെല്ലാം കേട്ടതിന് ശേഷം അവൻ വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ വണ്ടി എടുത്തിട്ട് ആ ബസ്സിന്റെ പുറകെ പോവാണ്. ഇതേ സമയം തന്നെ ആ 2525 എന്ന് പറയുന്ന ബസ്സാണെങ്കിൽ ആളെയൊക്കെ കയറ്റിയിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങാണ്. അതിനിടയിലാണ് ആനി അങ്ങോട്ട് ഓടി വരുന്നത്. ഇവളാണ് ഈ സിനിമയിലെ നായിക. അവൾ ആ ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയാണ്. അതുകൊണ്ട് തന്നെ അവൾ കൈ കാട്ടി വിളിക്കുമ്പോൾ ആ ബസ്സിലെ ഡ്രൈവർ വണ്ടി നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഡ്രൈവറുടെ പേര് സാം എന്നാണ്. അങ്ങനെ അവൾ വേഗം തന്നെ ആ ബസ്സിന്റെ അകത്തേക്ക് കയറുന്നു. അതിനുശേഷം ആ ബസ് മുന്നോട്ട് പോകാൻ തുടങ്ങി. അവൾ അതിന്റെ അകത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവളുടെ അടുത്ത് പഞ്ചാര അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പൊ ഇരുന്ന സീറ്റിൽ നിന്നും മറ്റൊരു സീറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ ആ ബസ്സാണെങ്കിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെയായിട്ടും 50 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തിയിട്ടില്ല. സ്പീഡ് 50 കിലോമീറ്റർ അടുത്ത് എത്താറായിട്ടേ ഉള്ളൂ. ഇതേ സമയം ജാക്ക് ആണെങ്കിൽ അവന്റെ വണ്ടിയുമായിട്ട് ആ ബസ്സിനെയും തെരഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് അവനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്രാഫിക് ആണ്. അതുകൊണ്ട് തന്നെ വളരെ മെനക്കെട്ടിട്ടാണ് അവൻ അതിന്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നത്. അങ്ങനെ കുറെ പോയി മുന്നിലെത്തുമ്പോഴാണ് ഒരു ട്രാഫിക് ബ്ലോക്ക് അവൻ കാണുന്നത്. അവൻ നോക്കുമ്പോൾ ആ ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ബസ്സിന്റെ
ബസ്സിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ബസ് ആണെങ്കിൽ മുന്നോട്ട് പോവാണ്. അത് കാണുമ്പോൾ അവൻ ആ ബസ്സിന്റെ കൂടെ തന്നെ ഓടുന്നുണ്ട്. ഞാനൊരു പോലീസുകാരനാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി നിർത്ത് എന്നൊക്കെയാണ് അവൻ വിളിച്ചു പറയുന്നത്. പക്ഷെ ആർക്കും അതൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. ഏതൊരുത്തൻ വണ്ടിയിൽ കയറാൻ ശ്രമിക്കുകയാണ് എന്നാണ് അതിന്റെ ഡ്രൈവർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് തന്നെ ആ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവാണ്. അതൊക്കെ കണ്ട് ജാക്ക് ആണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ പുറകിലായിട്ട് മറ്റൊരു വണ്ടി വരുന്നത്. അവൻ വേഗം തന്നെ ആ വണ്ടി കൈ കാണിച്ച് നിർത്തിയിട്ട് അതിലെ ഡ്രൈവറോട് മാറിയിരിക്കാൻ പറയുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ വണ്ടി ഓടിച്ചിട്ട് ആ ബസ്സിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വളരെ വേഗത്തിൽ വന്ന് അവൻ ആ ബസ്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ബസ് ആണെങ്കിൽ നല്ല സ്പീഡിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അതിലുള്ള യാത്രക്കാരെല്ലാം ജാക്ക് കാണിച്ചു കൊടുക്കുന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനെന്താണ് ഭ്രാന്തായതാണോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ആ ബസ്സിന്റെ വേഗത ഇപ്പോൾ 50 കിലോമീറ്റർ സ്പീഡ് കടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബോംബ് ഓൺ ആവുകയും ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ ആ ഡ്രൈവർ ആണെങ്കിൽ ബസ് മുന്നോട്ട് തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ബസ്സിന്റെ തൊട്ടടുത്തെത്തിയതിനു ശേഷം ജാക്ക് അയാളോട് സംസാരിക്കാൻ തുടങ്ങി. ഇതിനകത്ത് ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോൾ അയാളോട് പറയുന്നത്. പക്ഷെ നല്ല കാറ്റടിക്കുന്നോണ്ട് അവൻ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അയാൾ മുന്നോട്ട് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അയാളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ എഴുതി കാണിച്ചു കൊടുക്കണം. ജാക്ക് വേഗം തന്നെ അവന്റെ കൂടെ ഇരിക്കുന്ന ആളുടെ അടുത്ത് ബസ്സിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ എഴുതി കാണിക്കാൻ പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ അവൻ വേഗം ഒരു പേപ്പർ എടുത്തിട്ട് ബസ്സിൽ ബോംബുണ്ട് എന്ന കാര്യം എഴുതി വെക്കുന്നു. അങ്ങനെ അവൻ അത് പൊക്കി കാണിക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അത് അവന്റെ കയ്യിൽ നിന്ന് പറന്നു പോകുന്നത്. അത് നേരെ ചെന്നിട്ട് ബസ്സിന്റെ ചില്ലിലാണ് ഒട്ടിപ്പിടിക്കുന്നത്. ഈ സമയത്താണ് ഡ്രൈവർ ആ പേപ്പർ കാണുന്നത്. അത് വായിച്ച ഉടനെ തന്നെ അയാൾ ശരിക്കും ഞെട്ടിപ്പോകുന്നു. അതോടൊപ്പം തന്നെ ബസ്സിന്റെ വേഗത കുറയാൻ തുടങ്ങി. ബസ്സിന്റെ വേഗത കുറഞ്ഞത് ജാക്കിന് മനസ്സിലാവുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവൻ ആ ഡ്രൈവറോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്ത് വന്നാലും നിങ്ങൾ ഈ ബസ്സിന്റെ സ്പീഡ് കുറയ്ക്കരുത്, 50 കിലോമീറ്ററിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇപ്പോൾ അവൻ പറയുന്നത് ആ ഡ്രൈവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ജാക്ക് നേരെ വിളിക്കുന്നത് ഹാരിയെയാണ്. അതിനുശേഷം കാര്യങ്ങളെല്ലാം അവനോട് പറയാൻ തുടങ്ങി. ആ ബോംബർ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവനാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഈ സമയം ആവുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാക്കും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജാക്ക് ഇപ്പോഴും ആ ബസ്സിന്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവന് വേണ്ടത് ആ ബസ്സിന്റെ അകത്തേക്ക് കയറണം. അതിനുള്ള പ്ലാനിംഗ് ആണ് അവനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാകെ ഒരൊറ്റ വഴിയുള്ളൂ. അവൻ വേഗം തന്നെ ആ കാറിന്റെ ഡോറ് തുറന്നിട്ട് ആ ബസ്സുമായിട്ട് അതിനെ ഇടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഡോറ് പൊളിഞ്ഞു പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ജാക്ക് പെട്ടെന്ന് തന്നെ ആ കാറിൽ നിന്നും ആ ബസ്സിന്റെ അകത്തേക്ക് എടുത്തു ചാടുകയാണ്. വളരെ കഷ്ടപ്പെട്ട് അവൻ അതിന്റെ അകത്തേക്ക് ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ആദ്യം ഡ്രൈവറുടെ അടുത്താണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. 50 കിലോമീറ്റർ സ്പീഡ് താഴ്ത്തരുത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് അവൻ ഡ്രൈവർക്ക് കൊടുക്കുന്നത്. അതിനുശേഷം ആ യാത്രക്കാരോട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഇവ മറ്റെന്തോ കാര്യം ചെയ്യാൻ വന്നാണെന്ന് വിചാരിച്ചിട്ട് ഒരുത്തനൊരു തോക്കെടുത്ത് അവനെ നേർക്ക് ചൂണ്ടാണ്. അത് കാണുമ്പോൾ ജാക്കും അവന് നേരെ തോക്കിയുണ്ടെന്നുണ്ട്. അതിനുശേഷം അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. പക്ഷെ ജാക്ക് എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ ആ തോക്ക് മാറ്റുന്നില്ല. അതെല്ലാം കാണുമ്പോൾ മറ്റൊരു യാത്രക്കാരൻ അവന് നേർക്ക് ചാടി വീഴാണ്. ആ ഒരു മൽപ്പിടുത്തത്തിനിടയിൽ അവന്റെ കയ്യിൽ ആ തോക്ക് ഫയറായിട്ട് ആ ബസ്സിലെ ഡ്രൈവറുടെ കൈയിനാണ് കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ബസ്സിന്റെ കൺട്രോൾ പോവാൻ തുടങ്ങി. ഈ സമയം ആനി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആ ബസ്സിന്റെ കൺട്രോൾ വിടുന്നത് കാണുമ്പോൾ അവൾ വേഗം ചെന്നിട്ട് ആ സ്റ്റിയറിംഗ് പിടിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ജാക്ക് ആണെങ്കിൽ ആ യാത്രക്കാരനെ വിലങ്ങ് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആനിയാണ് ഇപ്പോൾ ആ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ജാക്ക് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഈ ബസ്സിൽ ഒരു ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബസ്സിന്റെ വേഗത 50 കിലോമീറ്ററിൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബോംബ് പൊട്ടിത്തെറിക്കും. പക്ഷെ നിങ്ങൾ ആരും പാനിക് ആവണ്ട, നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ ഉടനെ തന്നെ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എല്ലാവരെയും സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയം തന്നെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാക്കും ടീമും ഒരു ഹെലികോപ്റ്ററിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ ഹെലികോപ്റ്റർ എടുത്തിട്ട് ആ ബസ്സും അന്വേഷിച്ച് പോകാൻ തുടങ്ങി. ഇതേ സമയം ബോംബർ ആണെങ്കിൽ അയാളുടെ വീട്ടിലിരിക്കുകയാണ്. ആ ബസ് പോകുന്നതൊക്കെ അയാൾക്ക് ഇപ്പോൾ ടിവിയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല അപ്പുറത്തെ ടിവിയിലായിട്ട് ആ ബസ്സിനെ രക്ഷിക്കാൻ വേണ്ടി പോലീസുകാർ എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നൊക്കെ വളരെ വിശദമായിട്ട് ന്യൂസിൽ പറയുന്നുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. ഇതേ സമയം തന്നെ ഹാരി പറഞ്ഞ അനുസരിച്ചിട്ട് ജാക്ക് ആണെങ്കിൽ ആ ബോംബൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബസ്സിന്റെ ഫ്ലോറിലെ ഒരു പാളി എടുത്തു മാറ്റിയിട്ട് ജാക്ക് അതിന്റെ അടിയിലൂടെ തലയിട്ടിട്ട് ആ ബോംബൊക്കെ പരിശോധിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ ആ ബോംബ് കണ്ടെത്തുന്നുണ്ട്. അവൻ അതിനെ കുറിച്ചിട്ട് ഹാരിക്ക് വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി. നല്ല വലിയൊരു ബോംബാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 സ്വിച്ചുകളാണ് ഇതിനുള്ളത്. മാത്രമല്ല അതിന്റെ ടൈമർ എന്ന് പറയുന്നത് സ്വർണ്ണ കളറുള്ള ഒരു റിസ്റ്റ് വാച്ച് ആണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജാക്ക് ഇപ്പോൾ പറയുന്നത്. അതെല്ലാം കേട്ട് ഹാരി ആണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. മുന്നിലായിട്ട് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന കാര്യം ആനിക്ക് അറിയുന്നില്ല. ആ സർവീസ് റോഡിലൂടെ വണ്ടി ഓടിക്കാനാണ് ജാക്ക് അവളോട് പറയുന്നത്. അതിനെ തുടർന്നിട്ട് അവൾ ആ റോഡ് വഴി വണ്ടി ഓടിക്കാൻ തുടങ്ങി. അവിടെ ഒരുപാട് വാഹനങ്ങൾ നിരത്തിയിട്ടിട്ടുണ്ട്. അതിനെല്ലാം ഇടിച്ചു തെറിപ്പിച്ചിട്ടാണ് ആനി ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ട് ആ ബസ്സിലുള്ള ആളുകളെല്ലാം ആകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ വാഹനങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് അവർ എത്തിയിട്ടുണ്ട്.
എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആനിയാണെങ്കിൽ ഇപ്പോൾ വളരെ സമാധാനത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഹാരി ആണെങ്കിൽ ഇപ്പോഴും ആലോചനയിൽ തന്നെയാണ്. റിസ്റ്റ് വാച്ചിൽ ടൈമർ സെറ്റ് ചെയ്യുന്ന ഒരു ബോംബറെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഒരു ബോംബർ ആണെന്നുണ്ടെങ്കിൽ എവിടെ ബോംബ് വെക്കുമ്പോഴും ഒരേപോലത്തെ ബോംബ് തന്നെയാണ് വെക്കാറ്. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. ഇയാൾ എവിടെയൊക്കെ ബോംബ് സെറ്റ് ചെയ്യുമ്പോഴും പല രീതിയിലുള്ള ബോംബുകളാണ് അയാൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ബോംബുകളെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിച്ച ആളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി റിട്ടയർഡ് ആയ പോലീസുകാരിൽ ആരെങ്കിലും ആണോ എന്നും അവൻ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പോലീസുകാരുടെ ഫയലുകളൊക്കെ എടുത്തുകൊണ്ട് വരാനാണ് അവനിപ്പോ അവിടെ നിൽക്കുന്ന ഒരു ലേഡിയോട് പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും മാക്കും ടീമും കൂടെ അവരുടെ ഹെലികോപ്റ്ററും കൊണ്ട് ആ ബസിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അവരിപ്പോ ആ ബസിന്റെ തടസ്സങ്ങളൊക്കെ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവര് പറയുന്ന പോലെയാണ് ഇപ്പോൾ ആ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ കൂടെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ ഇനി ഒരു കിടിലം വളവാണ് വരാൻ പോകുന്നത് എന്നൊക്കെ മാക്ക് അവരോട് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ആനിയാണെങ്കിൽ ശരിക്കും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പക്ഷെ ജാക്ക് ആണെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ വളവ് എത്താറായി. അവർ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ടിട്ട് ആ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ബസിന്റെ ഒരു ഭാഗം പൊങ്ങുന്നുണ്ട്. എങ്കിലും അത് മറയുന്നതിന് മുമ്പ് തന്നെ അവർ പെട്ടെന്ന് തന്നെ താഴേക്ക് ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ ആ വളവ് മറികടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആനിക്കാണെങ്കിൽ ശരിക്കും സമാധാനമായി. അങ്ങനെ ജാക്കിന്റെ നിർദ്ദേശപ്രകാരം അവരിപ്പോ പണി നടക്കുന്ന ഒരു ഹൈവേയിലേക്കാണ് കയറിയിരിക്കുന്നത്. അവിടെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിപ്പോ വളരെ ഫ്രീ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവളുടെ ഡ്രൈവിംഗ് സ്കില്ലിനെ കുറിച്ചിട്ടൊക്കെ ജാക്ക് ശരിക്കും പൊക്കി അടിക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ആനി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. മാക്കും ടീമും കൂടെ ഒരു വലിയ ട്രക്കും കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ബസ്സിലുള്ള ആളുകളൊക്കെ ട്രക്കിലേക്ക് മാറ്റാം എന്നാണ് മാക്ക് പറയുന്നത്. പക്ഷെ ജാക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല മാക്ക്. നിങ്ങൾ മുകളിലെ 2 ഹെലികോപ്റ്റർ കണ്ടില്ലേ? അതുവഴി ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ആ ബോംബർ കാണുന്നുണ്ട്. മാത്രമല്ല അവൻ എന്നെ വാൺ ചെയ്തും കൂടെയാണ്. ഞാൻ ആരെങ്കിലും ഇതിൽ നിന്ന് പുറത്തേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഈ ബസ് ബ്ലാസ്റ്റ് ചെയ്ത് കളയുമെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം അവനൊരു ഭ്രാന്തനാണെന്ന്. അതുകൊണ്ട് തന്നെ ആ പരിപാടി നടക്കത്തില്ല എന്നാണ് ജാക്ക് പറയുന്നത്. ഈ സമയം തന്നെ ആ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ആകെ മോശം അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ്. അയാളുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ചോര പോയിട്ടുണ്ട്. അയാൾ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അയാളുടെ ജീവന് തന്നെ ആപത്താണ്. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സമയത്താണ് ആ ട്രക്കൊക്കെ ആ ബസ്സിന്റെ അടുത്തേക്ക് വന്നു കണ്ടിട്ട് ആ ബോംബർ ജാക്കിനെ വിളിക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞതല്ല ജാക്ക് അതിൽ നിന്ന് ആരെയും പുറത്തേക്ക് ഇറക്കരുതെന്ന്. പിന്നെ എന്തിനാണ് ആ ട്രക്കൊക്കെ അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ആരെയും പുറത്തേക്ക് ഇറക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഫേവർ നിങ്ങൾ ചെയ്യണം. ഇതിലെ ഡ്രൈവർക്ക് വെടി കൊണ്ടിട്ടുണ്ട്. അയാളെ ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മരിച്ചു പോകും. അതുകൊണ്ട് അയാളെ മാത്രം പുറത്തിറക്കാൻ നിങ്ങൾ സമ്മതിക്കണം. അയാൾ പോയി കഴിയുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇത്രയും പേര് ഈ ബസ്സിനകത്തുണ്ടല്ലോ, ഞങ്ങളെ വെച്ചിട്ട് നിങ്ങൾക്ക് വിലപേശിയാ പോരെ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. ആദ്യം അയാൾ സമ്മതിക്കത്തില്ലെങ്കിലും അവൻ നിർബന്ധിക്കുമ്പോൾ ഡ്രൈവറെ മാത്രം പുറത്തേക്ക് ഇറക്കാൻ അയാൾ സമ്മതിക്കുന്നു. അതിനെ തുടർന്നിട്ട് അവരെല്ലാവരും ആ ഡ്രൈവറെ ആ ട്രക്കിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടി ആനി ആ ബസ് ആ ട്രക്കിന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ എല്ലാവരും കൂടെ ആ ഡ്രൈവറെ പൊക്കി വാതിൽക്കിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ ആ ഡ്രൈവറെ ട്രക്കിലേക്ക് മാറ്റുന്നു. അയാൾ വളരെ സേഫ് ആയിട്ട് തന്നെ ആ ട്രക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സിലുള്ള എല്ലാവരും വളരെ സമാധാനത്തിലിരിക്കുകയാണ്. ഈ സമയത്താണ് അതിനകത്തുണ്ടായിരുന്ന ഒരു ലേഡി ഒരു കാര്യം ചെയ്യുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ മാറുമ്പോൾ അവർ നൈസായിട്ട് ആ ഫുഡ് സ്റ്റെപ്പിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അവരങ്ങോട്ട് വരുമ്പോൾ ആ ട്രക്കിലുള്ള ആളുകളൊക്കെ അവർക്ക് നേരെ കൈ നീട്ടുന്നുണ്ട്. ഈ സമയം തന്നെ ഇതെല്ലാം ആ ബോംബറും കാണുന്നുണ്ട്. അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് കാണുമ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിലുള്ള റിമോട്ടിൽ ഞെക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഫുഡ് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബോംബ് പൊട്ടിത്തെറിക്കുകയാണ്. അതിൽപ്പെട്ട് ആ ലേഡി മരിച്ച് പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. അങ്ങനെ ആ ഫുഡ് സ്റ്റാൻഡ് മൊത്തത്തിൽ തകർന്നിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് എല്ലാവരും ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ ബസ് ആണെങ്കിൽ ആ സ്പീഡും മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആളുകളുടെയൊക്കെ മാനസികാവസ്ഥ തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജാക്ക് അവരെയൊക്കെ അടക്കി നിർത്തുന്നത്. ഈ സമയം ആനിയും വല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ മരണം നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു ഷോക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റാര് മാനസികമായിട്ട് തളർന്നു കഴിഞ്ഞാലും ജാക്കിനൊരു പ്രശ്നവുമില്ല. പക്ഷെ ഈ ഒരു അവസരത്തിൽ ആനി തളരുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം അവളാണ് ആ ബസ് ഓടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവൻ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ആ മാനസിക സമ്മർദ്ദം മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. അതായത് ആ ഹൈവേയുടെ പണി പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 50 അടിയോളം ആ ഹൈവേക്ക് ഒരു വിടവുണ്ട്. അതാണ് അവർക്കിപ്പോ വന്നിരിക്കുന്ന പ്രശ്നം. അത് അറിഞ്ഞ ഉടനെ തന്നെ മാക്ക് ആ കാര്യം ജാക്കിന്റെ അടുത്ത് പറയാണ്. നമുക്ക് എന്തായാലും ഈ ഹൈവേ ക്രോസ് ചെയ്ത് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നമുക്ക് ആളുകളെ മൊത്തം ഈ ട്രക്കിലേക്ക് മാറ്റാം എന്നാണ് മാക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാക്ക്, അത് നടക്കത്തില്ല. അവൻ ഈ ബസ് മൊത്തം ബ്ലാസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണ്ട എന്നാണ് ജാക്ക് പറയുന്നത്. അങ്ങനെ അവൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ ആ ബസ്സിലുള്ള ആളുകളോടൊക്കെ പറയാണ്. അതായത് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ റോഡിലൊരു വിടവ് വരുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതെല്ലാം കേട്ട് അവരാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. ഈ സമയം ആനി അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാനൊരു ഐഡിയ പറയട്ടെ, നമുക്ക് വണ്ടി ന്യൂട്രൽ ഇട്ടിട്ട് എഞ്ചിൻ മാത്രം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നാലോ എന്നാണ് അവള് ചോദിക്കുന്നത്. അതൊന്നും നടക്കത്തില്ല. ആ ബോംബർ ആ കാര്യത്തിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല.
പറ്റുന്നില്ല, നമുക്ക് എന്തായാലും മുന്നോട്ട് പോയേ പറ്റൂ, നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി ചവിട്ടിയിട്ടോ എന്നാണ് ജാക്ക് പറയുന്നത്. അതിനെ തുടർന്നിട്ട് ആനി ആണെങ്കിൽ ആക്സിലേറ്റർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ വേഗത്തിൽ വണ്ടി മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയം ജാക്ക് ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങി. എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടും തന്നെ പ്രതീക്ഷിക്കാം, എല്ലാവരും അവിടെ പിടിച്ചിരുന്നോ, ആ റോഡിന്റെ വിടവെത്തുമ്പോൾ എല്ലാവരും തലയും താഴ്ത്തി താഴേക്ക് ഇരുന്നാൽ മതി എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ ബസ് വളരെ വേഗത്തിൽ ആ ഹൈവേയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അപ്പുറത്തായിട്ട് ആ 50 അടി നീളമുള്ള ആ വിടവ് കാണുന്നുണ്ട്. അങ്ങനെ ആ സ്പീഡിൽ ആ റോഡിന്റെ ഡെഡ് എൻഡിൽ എത്തുമ്പോൾ വണ്ടി അവിടെ നിന്ന് ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അതിപ്പോ വായുവിലൂടെ ഫ്ലോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഷ്ടിച്ച് ആ ബസ് ഇപ്പൊ അപ്പുറത്തേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആർക്കും തന്നെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് നിൽക്കുകയാണ്. ആനിയുടെ തലയിൽ ചെറുതായിട്ടൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. ജാക്ക് ആണെങ്കിൽ അവന്റെ ഷർട്ട് വെച്ചിട്ട് ആ ബ്ലഡ് ഒക്കെ തുടച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെയുള്ള സൈൻ ബോർഡ് ജാക്ക് ശ്രദ്ധിക്കുന്നത്. അത് എയർപോർട്ടിലേക്കുള്ള റോഡാണ്. അത് കണ്ട ഉടനെ തന്നെ അവൻ ആനിയുടെ അടുത്ത് ആ റോഡിലൂടെ മുന്നോട്ട് പോകാൻ പറയുന്നു. അവളാണെങ്കിൽ അവൻ പറഞ്ഞ പോലെ തന്നെ എയർപോർട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിലുള്ള ആളുകൾക്കൊന്നും എന്തിനാണ് ആ ബസ് അങ്ങോട്ട് വരുന്നത് എന്നുള്ള കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ അവർ ആ ബസ്സിനെ തടയുമ്പോഴേക്കും അവർ ആ ഗേറ്റ് ഒക്കെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും മാക്കും കൂട്ടരും അവർ എയർപോർട്ടിലേക്കാണ് കയറിയത് എന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. മാക്ക് ആണെങ്കിൽ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ജാക്ക് എടുത്തിരിക്കുന്നത്. എയർപോർട്ട് ആവുമ്പോൾ ഒരു വണ്ടിയുടെയും ശല്യം ഉണ്ടാവത്തില്ല, അവനിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കാം. മാത്രമല്ല ആ ബോംബറിന്റെ ഹെലികോപ്റ്ററുകൾക്ക് ആ ഏരിയയിലേക്ക് പ്രവേശിക്കാനും സാധിക്കത്തില്ല, കാരണം അതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ബാക്കിയുള്ളവരോട് പറയുന്നത്. അങ്ങനെ ജാക്കും ടീമും ഇപ്പോൾ എയർപോർട്ടിലേക്ക് കയറിയിട്ട് അവിടെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും മാക്കും ടീമും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ സമയത്താണ് ആ ബോംബർ ജാക്കിനെ വിളിക്കുന്നത്. അയാൾ ഇപ്പോൾ ആ പൈസയുടെ കാര്യമാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് 2 കവറുകളിലായിട്ട് ആ പൈസ എന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി നീ സഹായിക്കണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ ഞാൻ സഹായിക്കാം, പക്ഷേ പൈസ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അവരോട് നേരിട്ട് സംസാരിക്കണം, അതിന് എന്നെ ഈ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ നീ സമ്മതിക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പൈസയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ അയാൾ അവനെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കോള് കട്ട് ചെയ്തിട്ട് അവൻ നേരെ ആനിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവൻ എന്നോട് പുറത്തിറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ട്, ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം താഴേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവൻ വേഗം തന്നെ മാക്കിന്റെ കാറിലേക്ക് കയറിയിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നു. വളരെ വിഷമത്തോടെ ബാക്കി എല്ലാവരും അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് ആകെയുള്ള പ്രതീക്ഷ ഇനി അവൻ മാത്രമാണ്. അങ്ങനെ അവരവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിയുമ്പോൾ മാക്ക് അവനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്തിനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, ആ ഹെലികോപ്റ്ററൊക്കെ അവിടെ നിന്ന് പോയില്ലേ, ഇനി നമുക്ക് എല്ലാവരും പുറത്തേക്ക് ഇറക്കാമല്ലോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഇല്ല മാക്ക്, അത് നടക്കത്തില്ല, ഹെലികോപ്റ്റർ വഴി മാത്രമല്ല അവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, വേറെ എങ്ങനെയോ അവൻ നമ്മളെ കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആളെ ഇറക്കലും നടക്കത്തില്ല, ഉറപ്പായിട്ടും അവൻ നമ്മളെ ബ്ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് ആ ബോംബ് എങ്ങനെയെങ്കിലും ഓഫ് ചെയ്യുക, അതല്ലാതെ വേറൊരു വഴിയുമില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ ബോംബിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ചെറിയ ട്രക്ക് ഇപ്പോൾ ആ ബസ്സിന്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ആ ട്രക്കിന്റെ താഴെയായിട്ട് നിലത്തുകൂടെ ഉരുളുന്ന ഒരു വണ്ടിയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജാക്ക് വേഗം തന്നെ ആ വണ്ടിയിലേക്ക് കിടന്നിട്ട് ആ ബസ്സിന്റെ അടിയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ അവൻ ഉരുണ്ട ആ ബസ്സിന്റെ അടിയിലേക്ക് ചെന്നിട്ട് ആ ബോംബെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഹാരി ആണെങ്കിൽ അവൻ ഓരോരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ വയറിന്റെ കാര്യങ്ങളൊക്കെയാണ് ഹാരി ചോദിക്കുന്നത്. ആ വയറ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോംബും അയാളുടെ കയ്യിലുള്ള റിമോട്ടുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് പിന്നെ ആ ബോംബ് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് അവരിപ്പോ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അവിടെ 3 വയറ് കാണുന്നുണ്ട്. ഏത് വയറിലാണ് കണക്ഷൻ കൊടുക്കേണ്ടത് എന്ന കാര്യം ജാക്കിന് അറിയത്തില്ല. അതാണ് അവനിപ്പോ ഹാരിയോട് ചോദിക്കുന്നത്. അത് കുഴപ്പമില്ല, നീ അതിൽ നിന്നും ഒരു വയറിന്റെ ഇൻസുലേഷൻ മാറ്റ്, എന്നിട്ട് അതിലൊരു ക്ലിപ്പ് ഘടിപ്പിച്ചിട്ട് അവിടെയുള്ള ബാറ്ററിയിലേക്ക് കൊടുക്ക് എന്നാണ് ഹാരി പറയുന്നത്. അതിനുവേണ്ടി അവൻ അതിന്റെ ഇൻസുലേഷൻ ഒക്കെ മാറ്റാൻ തുടങ്ങി. അങ്ങനെ ഇൻസുലേഷൻ മാറ്റി ആ ക്ലിപ്പും ഘടിപ്പിച്ചിട്ട് ആ ബാറ്ററിയിലേക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാലും അവർ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നും വർക്കൗട്ട് ആവത്തില്ല. ആ കാര്യങ്ങളൊക്കെ അവൻ ഉടനെ തന്നെ ഹാരിയോട് പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അവനാകെ നിരാശയായി. ഈ സമയത്താണ് ഒരു ലേഡി പോലീസ് ഓഫീസർ ആ ബോംബറിന്റെ ഒരു ഫോട്ടോ ആയിട്ട് വരുന്നത്. അവർ കുറെ നേരമായിട്ട് അയാൾ ആരാണെന്നുള്ള കാര്യം സെർച്ച് ചെയ്യായിരുന്നു. ഇപ്പോൾ അവർക്ക് അത് ആരാണെന്ന് മനസ്സിലായി. അയാൾ അവിടുത്തെ ബോംബ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നതാണ്. അയാളുടെ പെൻഷനൊക്കെ പിടിച്ചു വെച്ചതിനെ തുടർന്നിട്ട് അയാൾ അന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെയാണ് അവള് പറയുന്നത്. അങ്ങനെ ആ ബോംബർ ആരാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉടനെ തന്നെ അവനെ പിടിക്കാൻ പോവാണ്, ഇനി ബോംബിന്റെ കാര്യമൊന്നും നമുക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ഹാരി വേഗം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൻ പോയി കഴിയുമ്പോൾ ജാക്ക് വേഗം തന്നെ മാക്കിനെ വിളിച്ചിട്ട് അവനെ തിരിച്ചെടുക്കാൻ പറയുന്നു. അങ്ങനെ അവനെ തിരിച്ചു വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ കിടക്കുന്ന സാധനത്തിൽ എന്തോ വന്ന് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ അവൻ പെട്ടെന്ന് ആ ബസ്സിന്റെ പുറകിലേക്ക് പോകാൻ തുടങ്ങി. ആ ഒരു ഫോഴ്സിൽ അവൻ കിടക്കുന്ന ആ സാധനം ബന്ധിപ്പിച്ചിരുന്ന ആ കയർ അറ്റുപോവാണ്. അതോടൊപ്പം തന്നെ അവൻ നേരെ ആ ബസ്സിന്റെ ടയറിലേക്കാണ് ചെല്ലുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവനൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആ ബസ്സിന്റെ ടാങ്കിനിട്ടൊരു കുത്തു കൊടുക്കുന്നു. അങ്ങനെ അതും പിടിച്ചുകൊണ്ടാണ് അവനിപ്പോൾ ആ ബസ്സിന്റെ അടിയിൽ നിൽക്കുന്നത്. ടാങ്ക് ഓട്ടയായതുകൊണ്ട് തന്നെ ഫ്യൂവൽ എല്ലാം അതിലെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ അവന്റെ ആ കയറൊക്കെ അറ്റുപോയത് ആ ബസ്സിലിരിക്കുന്ന ആളുകളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആകെ ടെൻഷനിലാണ്. അവരെല്ലാവരും കൂടെ ആ ബസ്സിന്റെ അടിയിൽ ഒരു പാളി മാറ്റിയിട്ട് അവൻ അവിടേക്ക് പരിശോധിക്കാൻ തുടങ്ങി. അവർക്ക് അവനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊരാൾ പെട്ടെന്ന്
പെട്ടെന്ന് തന്നെ അവൻ ആ ഗ്യാപ്പിലൂടെ ആ ബസ്സിന്റെ അകത്തേക്ക് കയറ്റാണ്. അങ്ങനെ വളരെ സേഫ് ആയിട്ട് ജാക്ക് ആ ബസ്സിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആകെ സമാധാനത്തിലിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും അതിനകത്തെ പെട്രോളൊക്കെ പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ജാക്ക് മാക്കിന്റെ അടുത്ത് കാര്യം പറയുന്നു. എങ്ങനെയെങ്കിലും കുറച്ച് പെട്രോൾ സംഘടിപ്പിക്കണം, ഈ ബസ്സിലെ പെട്രോൾ എല്ലാം 10 മിനിറ്റിനുള്ളിൽ തീർന്നു പോകും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ആ കാര്യം ഞാൻ അറേഞ്ച് ചെയ്യാം എന്നാണ് മാക്ക് പറയുന്നത്. ഇതേ സമയം തന്നെ ഹാരിയും കൂട്ടരും കൂടെ ആ ബോംബറിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും കൂടെ അതിന്റെ അകത്തേക്ക് കയറുന്നു. പക്ഷെ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആ ബോംബർ ഇതൊക്കെ മുൻകൂട്ടി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അയാൾ അവിടെയും ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരങ്ങോട്ട് കയറി ഉടനെ തന്നെ അത് പൊട്ടിത്തെറിക്കുകയാണ്. ആ വീട് മൊത്തത്തിൽ തകരുന്നുണ്ട്. അതിൽപ്പെട്ട് എല്ലാ പോലീസുകാരും മരിച്ചു പോവാണ്. അങ്ങനെ ആ ബോംബർ വേഗം ജാക്കിനെ വിളിക്കുന്നു. അതിനുശേഷം ഹാരിയും കൂട്ടരും മരിച്ച കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേട്ട് ജാക്ക് ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയം അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്ത് തരികിട ഒപ്പിച്ചാലും നിങ്ങൾക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. 11 മണിയാവാൻ ഇനി വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതിനുള്ളിൽ സിറ്റിക്ക് നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ വേസ്റ്റ് ബിന്നിനകത്ത് ഞാൻ പറഞ്ഞ കാശ് കൊണ്ടിടണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും അവിടെ നിന്ന് പോവാൻ വേണം. എല്ലാവരും പോയി കഴിഞ്ഞാലേ ഞാൻ ആ കാശ് എടുക്കത്തുള്ളൂ. അതിനുശേഷം മാത്രമേ ആ ബോംബെല്ലാം ഞാൻ ഓഫ് ആക്കുകയുള്ളൂ. അതുകൊണ്ട് വേഗം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ നോക്ക് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേട്ട് അവനാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അയാൾ എങ്ങനെയോ ആ ബസ്സിലൂടെ അവരെ കാണുന്നുണ്ട് എന്ന കാര്യം ജാക്കിന് നേരത്തെ അറിയാം. അയാളുടെ ഇപ്പോഴത്തെ സംസാരത്തിലും അയാൾക്ക് ആ ബസ്സിന്റെ ഉൾഭാഗം മൊത്തം കാണാൻ പറ്റുന്നുണ്ട് എന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ ആ ബസ്സിന്റെ ഉൾഭാഗം മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാമറ അവൻ കാണുന്നത്. അപ്പോൾ അതിലൂടെയാണ് ഇത്രയും സമയമായിട്ട് അയാൾ ആ ബസ്സിലുള്ള കാര്യങ്ങൾ മൊത്തം കണ്ടത്. ഉടനെ തന്നെ ആ ക്യാമറ അവിടെ നിന്ന് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ അവർക്കിനി അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അയാളെ കാണാൻ അത് ചെയ്യാനും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൻ. ഈ സമയം ബോംബർ ആണെങ്കിൽ ആ ക്യാമറയിലൂടെ ആ ബസ്സിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നൊരു ഭാവത്തിലാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. ഇതേ സമയം തന്നെ ജാക്കും ടീമും കൂടെ ആ ക്യാമറയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ക്യാമറ എന്തായാലും അവിടെ നിന്ന് മാറ്റാൻ സാധിക്കത്തില്ല. പക്ഷെ ആ ക്യാമറയിലെ വിഷ്വൽസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അവരിപ്പോ പിടിച്ചിരിക്കുന്നത് ആ ഏരിയയിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ചാനലിനെയാണ്. അതിന്റെ ഓപ്പറേറ്റർ വെച്ചിട്ട് ഇപ്പോൾ ആ ബസ്സിന്റെ അകത്തെ സ്റ്റാറ്റസ് 1 മിനിറ്റ് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം അതൊരു ലൂപ്പാക്കി ആ ബോംബർ കണ്ടുകൊണ്ടിരിക്കുന്ന സിഗ്നലുമായിട്ട് കണക്ട് ചെയ്യാണ്. അയാളെ നോക്കുമ്പോൾ ആ ബസ്സിലെ കാഴ്ചകൾ തന്നെ ആയിരിക്കും കാണുന്നത്. പക്ഷെ അത് അവർ റെക്കോർഡ് ചെയ്ത് വെച്ച 1 മിനിറ്റ് വീഡിയോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർ വേറെ എന്താ ബസ്സിനകത്ത് ചെയ്തു കഴിഞ്ഞാലും അയാൾക്കത് കാണാൻ സാധിക്കത്തില്ല. ഈ ഒരു കാര്യമാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഫൂട്ടേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബോംബർ ആണെങ്കിൽ ബാത്റൂമിന്റെ അകത്തായിരുന്നു. അയാൾ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവരെ വിഷ്വല് മാറ്റിയിട്ടുണ്ട്. അയാൾ നോക്കുമ്പോൾ അയാൾക്ക് ഇപ്പോഴും ആ ബസ്സിന്റെ ഉൾഭാഗം കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വലിയ സംശയമൊന്നും തോന്നുന്നില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ ഉടനെ തന്നെ അതിലെ ആളുകളെ മാറ്റാനുള്ള പരിപാടിയിലാണ്. അതിനുവേണ്ടി മറ്റൊരു ബസ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് നേരെ ആദ്യത്തെ ബസ്സിന് പാരലായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ ഒരു മരത്തിന്റെ ഷീറ്റ് വെച്ചിട്ട് 2 ബസ്സും കണക്ട് ചെയ്യുന്നു. അതിനുശേഷം അവർ ഓരോരുത്തരായിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങി. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ആ മരത്തിന്റെ പാലത്തിലൂടെ അപ്പുറത്തെ ബസ്സിലേക്ക് കയറാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഒരാൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അയാൾക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അയാൾ മടിച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നത്. പെട്ടെന്നാണ് ആ ബോംബ് വെച്ച ബസ്സിന്റെ ടയർ പൊട്ടിപ്പോകുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ കൺട്രോൾ പോകാൻ തുടങ്ങി. ആ മരം താഴേക്ക് വീഴുന്നുണ്ട്. അയാളാണെങ്കിൽ അവിടെ നിലത്ത് കടന്ന് നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും കൂടെ അയാളെ പിടിച്ച് ആ ബസ്സിന്റെ അകത്തേക്ക് കയറ്റുന്നു. അങ്ങനെ എല്ലാവരും സേഫ് ആയിട്ട് ആ ബസ്സിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ളത് ജാക്കും ആനിയുമാണ്. അവരെങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ബസ്സിലുള്ള ആളുകളെല്ലാം. ഈ സമയമാകുമ്പോഴേക്കും ആ ബസ് ഇങ്ങനെ നിയന്ത്രണം വിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജാക്ക് വേഗം ചെന്നിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് അതിന്റെ ബാലൻസ് ഒക്കെ വീണ്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വലിയ കമ്പി എടുത്തിട്ട് ആ ആക്സിലേറ്ററിൽ കുത്തിവെക്കുന്നു. മാത്രമല്ല ഒരു കയറെടുത്തിട്ട് ആ സ്റ്റിയറിംഗ് റൈറ്റിലോട്ട് തിരിച്ചു വെച്ച് അതിൽ കെട്ടിവെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ജാക്ക് നേരെ ചെല്ലുന്നത് ആ ബസ്സിന്റെ നടുവിലായിട്ടിരിക്കുന്ന ആ പാളി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിലും അവനൊരു കയറ് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജാക്ക് ആനിയും കൂട്ടിയിട്ട് നേരെ ആ പാളിയുടെ മുകളിലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെ അവർ താഴേക്ക് ഊർന്നിറങ്ങാൻ തുടങ്ങി. അങ്ങനെ അവർ നേരെ പുറകിലോട്ടും ആ ബസ്സാണെങ്കിൽ മുന്നിലോട്ടുമാണ് പോകുന്നത്. നല്ല വേഗത്തിൽ പോകുന്നോണ്ട് തന്നെ ജാക്ക് അവളെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. കുറെ പോയതിനു ശേഷം മണ്ണിലാണ് അത് ഇടിച്ചു നിൽക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടുന്നു. ഈ സമയം ആ ബസ്സാണെങ്കിൽ നേരെ പോകുന്നത് ഒരു വിമാനത്തിന്റെ അടുത്തേക്കാണ്. അതിന്റെ വേഗത ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വിമാനത്തിന്റെ അടുത്തെത്തുമ്പോഴേക്കും അതിന്റെ വേഗത 50-ൽ താഴേക്കാവുന്നു. അതോടൊപ്പം തന്നെ അത് ശക്തിയായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ അത് പൊട്ടിത്തെറിക്കുമ്പോൾ ആ വിമാനവും പൊട്ടിത്തെറിക്കുന്നുണ്ട്. വളരെ ശക്തിയായിട്ടുള്ള ആ പൊട്ടിത്തെറിയൊക്കെ കണ്ട് ഒരു ഞെട്ടലോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ പോലീസുകാരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ അവിടുത്തെ ആളുകളെയൊക്കെ പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്താണ് ആ ബോംബർ അവരെ വിളിക്കുന്നത്. അയാൾ ഇതുവരെയായിട്ടും ആ ബസ് പൊട്ടിത്തെറിച്ച കാര്യം അറിഞ്ഞിട്ടില്ല. എപ്പോഴാണ് എനിക്ക് എന്റെ പൈസ കിട്ടുക എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു 30 മിനിറ്റിനകം കൊടുത്തേക്കാം എന്ന് പറയാനാണ് മാക്ക് പറയുന്നത്. അങ്ങനെ പോലീസുകാരെല്ലാം ഇപ്പൊ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ആ ബോംബർ പറഞ്ഞ പോലെ തന്നെ അവർ ആ പൈസ എടുത്തിട്ട് ആ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുന്നുണ്ട്. ബോംബർ ആണെങ്കിൽ അതെല്ലാം
ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിലാണ് അയാൾ മറ്റൊരു കാര്യം കാണുന്നത്. അവിടുത്തെ ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് കുറെ സ്നൈപ്പർ നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരെല്ലാം തനിക്ക് പണി തരാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അയാൾ താഴേക്ക് ഇറങ്ങി പോകുന്നില്ല. അയാൾ വേഗം തന്നെ ചെല്ലുന്നത് അയാളുടെ ആ ടിവിയുടെ അടുത്തേക്കാണ്. അയാൾ നോക്കുമ്പോൾ ആ ബസ്സിന്റെ ഉൾഭാഗം അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. അവളുടെ മടിയിലായിട്ട് അവളുടെ ബാഗും വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ആ ഫൂട്ടേജ് ഫേക്ക് ചെയ്തതാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അയാൾ വേഗം താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. അതിനുശേഷം മറ്റൊരാളെ വെച്ചിട്ട് നൈസായിട്ട് ആ പൈസ എടുക്കുകയാണ്. അങ്ങനെ പൈസയൊക്കെ എടുത്തു വെച്ചതിന് ശേഷം അയാൾ നോക്കുമ്പോൾ ആനി അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അയാളാണ് ആ ബോംബർ എന്നുള്ള കാര്യമൊന്നും അവൾക്ക് അറിയത്തില്ല. അവൾ വിചാരിച്ചിരിക്കുന്നത് അതൊരു പോലീസുകാരനാണെന്നാണ്. അയാൾ പറയുന്നത് നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല, കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവളെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയവും ജാക്കും ടീമും അയാൾ അങ്ങോട്ട് വരുന്നതും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ കുറെ നേരമായിട്ടും അയാൾ അങ്ങോട്ട് വരുന്നില്ല. അതിൽ നിന്നും ജാക്കിന് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അവർ ആ പൈസക്കകത്ത് ഒരു ട്രാക്കറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ വേഗം തന്നെ ആ ട്രാക്കർ പരിശോധിക്കാൻ തുടങ്ങി. ആ ട്രാക്കർ മൂവ് ചെയ്യുന്നതാണ് കാണുന്നത്. അതിൽ നിന്നും അയാൾ ആ പൈസ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നവന് മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അവൻ നേരെ ഓടി ചെല്ലുന്നത് ആ വേസ്റ്റ് ബിന്നിന്റെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ ആ വേസ്റ്റ് ബിന്നിന്റെ അടിയിലൂടെയാണ് ആ പൈസ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആ ഓട്ട വഴി താഴേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അവൻ എത്തിച്ചേരുന്നത് ഒരു മെട്രോ സ്റ്റേഷന്റെ അകത്താണ്. അവൻ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആനി അവിടെ നിൽക്കുന്നുണ്ട്. അവളുടെ ദേഹത്ത് മൊത്തം അയാൾ ബോംബ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ എത്ര പറഞ്ഞിട്ടും അയാൾ അവളെ വിടാൻ കൂട്ടാക്കുന്നില്ല. നീ ചെയ്തതിനൊക്കെ നീ അനുഭവിക്കണം എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അയാൾ അവളെയും കൂട്ടി നേരെ ഒരു ട്രെയിനിന്റെ അകത്തേക്കാണ് കയറുന്നത്. അതിനുശേഷം അവിടെയുള്ള മുഴുവൻ ആളുകളെ ഇറക്കി വിട്ടിട്ട് അവിടെയുള്ള ഒരു കമ്പിയിൽ അവളുടെ കൈ വിലങ്ങി വെക്കുന്നു. അങ്ങനെ ട്രെയിൻ മൂവ് ആവാൻ തുടങ്ങി. ഈ സമയം ജാക്കും അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അവൻ വളരെ കഷ്ടപ്പെട്ട് അതിന്റെ ഡോറൊക്കെ തുറന്നിട്ട് അകത്തേക്ക് കയറുന്നു. ഈ സമയം അയാളാണെന്നുണ്ടെങ്കിൽ അവളെ ശരിക്കും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇനി തന്റെ ആവശ്യം എനിക്കില്ലാന്നും പറഞ്ഞിട്ട് അയാൾ ആ ട്രെയിനിന്റെ ഡ്രൈവറെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അതൊക്കെ കണ്ട് അവളാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുകയാണ് ജാക്ക്. അവൻ അതിന്റെ അകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ നേരെ ആ ട്രെയിനിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അവൻ മുകളിലൂടെ വരുന്ന ശബ്ദം അയാൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ വരുന്നത്? നിനക്കിനി കാശ് വല്ലതും വേണോ? അത് വേണമെങ്കിൽ ഞാൻ തരാം, എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്നും പറഞ്ഞിട്ട് അയാൾ ആ പൈസ വെച്ചിരിക്കുന്ന കവർ തുറക്കുന്നു. അതോടൊപ്പം തന്നെ എന്തോ ഒരു സ്പ്രേ അയാളുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അത് മുഴുവൻ ഫേക്ക് കറൻസിയാണ്. അപ്പോൾ ആ പോലീസുകാരെല്ലാം ചേർന്നിട്ട് അയാളെ പറ്റിച്ചു എന്നൊക്കെ മനസ്സിലായി. അതിന്റെ ദേഷ്യത്തിൽ അയാൾ മുകളിലേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ജാക്ക് ആണെങ്കിൽ അതൊന്നും ദേഹത്ത് കൊള്ളിക്കാതെ അവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ നേരെ ആ ട്രെയിനിന്റെ മുകളിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അവർ തമ്മിൽ ഇപ്പോൾ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാക്കിന് അയാൾ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അയാളിപ്പോ അവന്റെ മുകളിലാണ് കയറി കിടക്കുന്നത്. അങ്ങനെ ആ ഫൈറ്റിനിടയിലാണ് അവൻ ദൂരെയുള്ള ഒരു ലൈറ്റ് ശ്രദ്ധിക്കുന്നത്. അവൻ പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിൽ നിന്നും ആ ബോംബിന്റെ റിമോട്ട് പിടിച്ചു വാങ്ങിയിട്ട് അയാളെ നേരെ പൊക്കി പിടിക്കുകയാണ്. അതോടൊപ്പം തന്നെ അയാളുടെ തല ആ ലൈറ്റിനിട്ടിട്ടാണ് ഇടിക്കുന്നത്. അതിൽ തട്ടി അയാൾ പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അയാളുടെ പണി തീർത്തതിന് ശേഷം ജാക്ക് വേഗം തന്നെ ആനിയുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുന്നത്. ഈ സമയം ആ ട്രെയിനിന് പൈലറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ വേഗം തന്നെ അങ്ങോട്ട് ചെന്നിട്ട് ആ ട്രെയിൻ നിർത്താനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. അവൻ പറയുന്നത് നമുക്കിതിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടേ പറ്റുമെന്നാണ്. അവളാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവളുടെ കയ്യിൽ വിലങ്ങ് വെച്ചിരിക്കുന്നോണ്ട് അവൻ അത് ഊരി മാറ്റാൻ സാധിക്കുന്നില്ല. അവൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഇനി എന്താണ് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവനൊരു ഐഡിയ കിട്ടുന്നത്. അതായത് ആ ട്രെയിനിനെ പാളം തെറ്റിക്കുക. അതിനിപ്പോ അവന് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെ അവൻ വേഗം ചെന്നിട്ട് ആ ട്രെയിനിന്റെ സ്പീഡ് കൂട്ടുന്നു. ട്രെയിൻ ആണെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് അതിന്റെ ഡെഡ് എൻഡിൽ എത്തുമ്പോൾ അതിന്റെ പാളം തെറ്റാൻ തുടങ്ങി. ജാക്കും ആനി ഇരിക്കുന്ന ആ ബോഗിയാണെങ്കിൽ പുറത്തേക്കാണ് തെറിച്ചു വീഴുന്നത്. അങ്ങനെ അത് നേരെ അവിടെ മൊത്തം ഇടിച്ചു പൊളിച്ചിട്ട് സിറ്റിയിലേക്കാണ് ചെന്ന് വീഴുന്നത്. ആ ട്രെയിനിന്റെ ബോഗി അങ്ങോട്ട് വരുന്നത് കണ്ട് ആളുകളൊക്കെ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ജാക്കും ആനിയും കൂടെ വളരെ സേഫ് ആയിട്ട് താഴെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് അവൾക്ക് അവനോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അവൾ അവനെ കിസ് ചെയ്യാണ്. അത് കാണുമ്പോൾ അരുതാനി, ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഉടലെടുക്കുന്ന പ്രണയങ്ങളൊന്നും ഒരിക്കലും നീണ്ടു നിൽക്കത്തില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ അവള് പറയുന്നത് എന്താണെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ വീണ്ടും അവനെ കിസ് ചെയ്യാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലൻ ഒരു മൂവിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.